ഞാൻ ഒന്നിനും മീരെ പഴി പറയുന്നില്ല. എല്ലാം എന്റെ വിധി, അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ. ഇതുവരെ സംഭവിച്ചതല്ല അനുഭവിച്ചതുപോലെ ഇനി വരുന്നതും അനുഭവിക്കാം. പാവ എന്റെ അമ്മ നെഞ്ചു തകർന്ന് നടക്കുന്നത്. നിന്നെ ഈ വീടിന്റെ മരുമകളാക്കി എന്നതൊഴിച്ചാ എന്റെ അമ്മ വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഒരു തെറ്റായ തീരുമാനം ജീവിതം തകർക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ കാര്യത്തില് അത് സത്യമായിന്ന് വേണം പറയാൻ. ഭഗവാനെ, എന്ത് പരീക്ഷണം ഇത്! എല്ലാ വശത്തുനിന്നും പ്രശ്നങ്ങളാണല്ലോ. ഇങ്ങനെയായ എന്താ ചെയ്യുക? എന്തെങ്കിലും ഒരു പരിഹാരം കാണിച്ചു തരണേ ഭഗവാനെ. ഹലോ. മീര, നേരത്തെ പറഞ്ഞ വീഡിയോ ഞാൻ സെറ്റ് ചെയ്യാം. അതിൽ ആഡ് ചെയ്യാൻ എനിക്ക് കുറച്ച് വിഷ്വൽസ് വേണം. എന്ത് വിഷ്വൽസാ വേണ്ടത്? ആ പണിതീരാത്ത ഫ്ലാറ്റിന്റെ വിഷ്വൽസും പിന്നെ അല്ലെങ്കിൽ മീര അത് മാത്രം എനിക്ക് അയച്ചു തന്നാൽ മതി. ബാക്കിയൊക്കെ ഞാൻ എടുത്തോളാം. അത്യാവശ്യം നല്ല വിഷ്വൽസ് ഒക്കെ ഉണ്ടെങ്കിലേ ആളുകൾ ആ വീഡിയോ കാണുള്ളൂ. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മാക്സിമം ഷെയർ ചെയ്തോളൂ. പൊളിറ്റിക്കൽ കണ്ടന്റ് ഉള്ളതുകൊണ്ട് എതിർ ഗ്രൂപ്പുകാരും ഷെയർ ചെയ്തോളൂ. അപ്പൊ നല്ല റീച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. ആണോ? എനിക്കിതിനെ കുറിച്ചൊന്നും വലിയ ധാരണയില്ല. അതാ ഞാൻ വിശാലേട്ടനെ വിളിച്ചത്. അതിനിപ്പോ എന്താ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് സഹായം ചെയ്യുന്നതിനും എനിക്ക് സന്തോഷമേ ഉള്ളൂ. താങ്ക് യു വിശാലേട്ടാ. മീര, ആ ഫ്ലാറ്റിന്റെ വിഷ്വൽസ് മീരയ്ക്ക് എടുത്ത് അയക്കാൻ പറ്റുമോ? അതോ ഞാൻ എൻ്റെ കൂട്ടുകാരെല്ലാം വിളിച്ചു പറയണോ? അത് എൻ്റെ ഫോണിലുണ്ടാവും. മന്ത്രിയെ കാണിക്കാനായിട്ട് ആദർശേനെടുത്ത് എൻ്റെ ഫോണിലേക്ക് അയച്ചു തന്നതാ. ഞാനത് അയക്കാം. അത് മതിയോ നോക്ക്. വേറെ വേണമെങ്കിൽ ഞാൻ എടുത്തുതരാം. ഓക്കെ, അപ്പോൾ കയ്യിലുള്ളത് മീര അയക്കുക. പറ്റുന്നതാണെങ്കിൽ നമുക്ക് അത് തന്നെ ഉപയോഗിക്കാം. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ തന്നെ അയക്കാം. ശരി മീര. ഹലോ. മീര, ഇത് ഓക്കെയാണ് കേട്ടോ? ഓക്കെ. ബാക്കി ഞാൻ ഏറ്റു. നാളെ രാവിലെ സംഭവം എയറിലാവും, പോരെ? മതി. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് വിശാലേട്ടാ.